എൻ്റെ ബർത്ത്ഡേക്ക് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പോൾ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഒക്കെയല്ലോ. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. പിന്നെ മല്ലിപ്പൊടി ഞാൻ അറിയാതെ ഇട്ടുപോയി. പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കോൺഫ്ലോർ, റെഡ് ചില്ലി സോസ്, സോയാ സോസ് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുട്ട 2 പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വറുത്തെടുക്കുക. ഗ്യാസ് ലാഭിക്കുക, ഇൻഡക്ഷൻ കുക്കറിൽ. പിന്നെ ക്യാപ്സിക്കം സവാളയൊക്കെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ആദ്യം തന്നെ വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുക, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അധികം മൊരിയേണ്ടി വന്നു. അടുത്ത സോസുകളെന്ന് പറയുന്നത് ഗ്രീൻ ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ്. പിന്നെ സവാളയിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അത് പച്ചമണം മാറുന്നപ്പോഴേക്കും ഈ സോസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മാറ്റി വെച്ച് ഞാൻ ഒരു വീട്ടിൽ കണ്ടാണ് അവരിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ചൂട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നപ്പോൾ ബാക്കി വെച്ച മസാലകൾ ഇട്ട് കൊടുത്ത് ഈ ടൈമിൽ ഞാൻ കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പഞ്ചസാര ഇടുക, പച്ചമുളക് അരിഞ്ഞിടുക, ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ അടുത്തിട്ടാണ്. ബൈ.